മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് ദേവി ചന്ദന. ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ താരം അഭിനേത്രി മാത്രമല്ല, നർത്തകി കൂടിയാണ്. സീരിയലുകളിലും സിനിമകളിലും പോസിറ്റീവും നെഗറ്റീവുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് താരം കയ്യടി നേടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന, യൂട്യൂബിൽ ലക്ഷങ്ങളിലേറെ ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് ദേവി ചന്ദന. ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും ദേവി ചന്ദന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കിടാറുണ്ട്. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ദേവി ചന്ദന പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ നടി പങ്കുവച്ച പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഓണത്തിന് പുതിയ വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ എവിടെ എന്നൊക്കെയുള്ള ആരാധകരുടെ ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് താരം. ഒരു മാസമായി ആശുപത്രിയിലായിരുന്നുവെന്നും വലിയ പ്രതിസന്ധി ഘട്ടം കടന്നാണിപ്പോൾ തിരിച്ചെത്തിയതെന്നും താരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ശ്വാസം മുട്ടലാണെന്ന് കരുതി വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് അത് ഹെപ്പാറ്റൈറ്റിസ് എ ആണെന്ന് തിരിച്ചറിഞ്ഞത്. ഐസിയുവിലായി 2 ആഴ്ചത്തെ ആശുപത്രി വാസത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തി. കോവിഡ് വന്നപ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടമെന്നാണ് കരുതിയത്. അത് കഴിഞ്ഞപ്പോൾ H1N1 വന്നു. അപ്പോൾ വിചാരിച്ചത് കോവിഡ് എത്രയോ ഭേദമായി എന്നതാണ്. ഹെപ്പാറ്റൈറ്റിസ് എ വന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠമായിരുന്നു. എല്ലാവരും ചോദിച്ചത് ഇതെവിടുന്ന് കിട്ടി എന്നായിരുന്നു. വെള്ളത്തിൽ നിന്നാണോ ഭക്ഷണത്തിൽ നിന്നാണോ എന്നൊക്കെ ഒരുപാട് പേർ ചോദിച്ചു. ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഛർദ്ദിക്കുന്നു. അതുകൊണ്ട് ഭക്ഷണം കാണുമ്പോൾ തന്നെ പേടിയാണ്. ആകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. കണ്ണൊക്കെ മഞ്ഞ നിറമായി. ഈ അസുഖത്തെക്കുറിച്ച് അന്ന് വലിയ ധാരണയില്ലായിരുന്നു. മൂന്നാറൊക്കെ പോയതുകൊണ്ട് തണുപ്പിൻ്റേതാണെന്നാണ് കരുതിയത്. കോവിഡൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ തണുത്ത് ചെറിയ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. എന്നാൽ സംഭവം അതൊന്നുമല്ലായിരുന്നു. ലിവർ ബൾജ് ചെയ്തു കൊണ്ട് ശ്വാസം മുട്ടൽ വന്നതാണ്. ഏറ്റവും സങ്കടം വന്നത് ഓണസമയത്ത് എൻ്റെ കുഞ്ഞു മക്കളുടെ അരങ്ങേറ്റം ഗുരുവായൂരിൽ വെച്ചായിരുന്നു. അതിന് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എണീക്കാൻ പോലും വയ്യായിരുന്നു. 3 ആഴ്ചയോളം ഫോൺ കയ്യിലെടുത്തിട്ടില്ല. ഒരുപാട് പേര് വിളിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നന്ദി.